ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ ഡേ അറ്റ് ദ ഫാം എന്ന ചാപ്റ്ററാണ്. ഫാം എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലമാണ്. കൂട്ടുകാർ എപ്പോഴെങ്കിലും കൃഷിസ്ഥലത്ത് അഥവാ ഫാമിൽ പോയിട്ടുണ്ടോ? നല്ലൊരു ബ്യൂട്ടിഫുൾ പിക്ചർ നമുക്കവിടെ കാണാം. ഒരു ഫാമിൻ്റെ പിക്ചർ കാണാം. ആ പിക്ചറിൽ നമുക്ക് കുറച്ച് ഡൊമസ്റ്റിക് ആനിമൽസിനെ കാണാം. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ. അവിടെ എന്തൊക്കെയുള്ളത്? ഹോഴ്സ് ഉണ്ട്, ഷീപ്പ്, പിഗ്, കൗ, അങ്ങനെ കുറച്ച് ജീവികളെ കാണാം. പിന്നെ കുറച്ച് ആൾക്കാരെയും കാണാം അല്ലേ? നമുക്ക് ചാപ്റ്റർ വായിക്കാം. എ ഡേ അറ്റ് ദ ഫാം. വൺ ഡേ ബിൽ ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഡാഡ്സ് ഫാം. ഒരു ദിവസം ബിൽ അവൻ്റെ ഫ്രണ്ടിനെ മെഗിനെ ക്ഷണിച്ചു. എന്തിനാ? അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാം സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. ഗ്രാൻഡ് ഡാഡ് നീഡ്സ് ഹെൽപ്പ് ഓൺ ഹിസ് ഫാം. ഗ്രാൻഡ് ഡാഡിന് ഫാമിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. ബിൽ പറഞ്ഞു. ദ കിഡ്സ് വെൻ ടു ദ ഫാം. അങ്ങനെ ആ കുട്ടികൾ ഫാമിലേക്ക് പോയി. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഗ്രാൻഡ് ഡാഡ് ഗേവ് ദ കിഡ്സ് സം ജോബ്സ് ടു ഡു. ഗ്രാൻഡ് ഡാഡി കുട്ടികൾക്ക് കുറച്ച് ജോലികൾ ചെയ്യാൻ വേണ്ടി കൊടുത്തു. പ്ലീസ് പീൽ ദ ഇയേഴ്സ് ഓഫ് കോൺ ആൻഡ് ദെൻ ഹെൽപ്പ് മീ സോ ദ സീഡ്സ്, ഹി സെഡ്. നിങ്ങൾ ഈ കോണിൻ്റെ ചോളത്തിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞിട്ട് എന്നെ ഈ വിത്ത് വിതയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം, ഗ്രാൻഡ് ഡാഡി പറഞ്ഞു. ദേ വെർ വെരി ഹാപ്പി ടു ഡു ദ വർക്ക്. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. അവർക്ക് ജോലി ചെയ്യാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. നൗ യു ക്യാൻ ഹെൽപ്പ് മീ ഫീഡ് ദി ആനിമൽസ് ഇഫ് യു ആർ നോട്ട് ടയേർഡ്, സെഡ് ഗ്രാൻഡ് ഡാഡ്. നിങ്ങൾ ക്ഷീണിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്നെ സഹായിക്കണം, ഗ്രാൻഡ് ഡാഡി പറഞ്ഞു. നോ, വി ആർ നോട്ട് ടയേർഡ്, വി ഷാൽ ഹെൽപ്പ് യു, ദ കിഡ്സ് സെഡ് വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം. ഞങ്ങൾ ക്ഷീണിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും, വളരെ സന്തോഷത്തോടു കൂടി, വളരെ ആവേശത്തോടു കൂടി കുട്ടികൾ പറഞ്ഞു. ദേ ഫെഡ് ദ ഷീപ്പ് ആൻഡ് ദ ഗീസ്. അവർ ആടുകൾക്കും താറാവുകൾക്കൊക്കെ ഫുഡ് കൊടുത്തു. ഗ്രാൻഡ് ഡാഡ് ഹാഡ് ഓൾ കൈൻഡ്സ് ഓഫ് ആനിമൽസ് ഓൺ ദ ഫാം. ആ ഫാമിൽ ഗ്രാൻഡ് ഡാഡിന് എല്ലാ തരത്തിൽപ്പെട്ട മൃഗങ്ങളും ഉണ്ടായിരുന്നു. ദേ വെൻറ്റ് വിത്ത് ഹിം ടു ദ ബാൺ ടു കളക്ട് ഹേ ഫോർ ദ കൗസ്. അവർ ഗ്രാൻഡ് ഡാഡിയുടെ കൂടെ തൊഴുത്തിലേക്ക് പോയി പശുക്കൾക്ക് കച്ചി എടുക്കാൻ വേണ്ടി, വൈക്കോൽ എടുക്കാൻ വേണ്ടി തൊഴുത്തിലേക്ക് പോയി. ദർ ഐ ഹാവ് എ കളക്ഷൻ ഓഫ് ബീസ് ഓൾസോ. അവിടെ എനിക്ക് തേനീച്ചകളുടെ ഒരു കളക്ഷനുണ്ട്. ബീസ് എന്ന് പറഞ്ഞാൽ തേനീച്ച. ഷോയിങ് അനദർ സൈഡ് ഓഫ് ദ ഫാം, ഗ്രാൻഡ് ഡാഡ് ആഡഡ്. ആ ഫാമിൻ്റെ മറ്റൊരു സൈഡ് കാണിച്ചുകൊണ്ട് ഗ്രാൻഡ് ഡാഡ് പറഞ്ഞു. യു നീഡ് നോട്ട് ഫീഡ് ദ ബീസ്, ഡു നോട്ട് ഡിസ്റ്റർബ് ദം. നിങ്ങൾ ആ ബീസിന്, തേനീച്ചകൾക്ക് തീറ്റയൊന്നും കൊടുക്കണ്ട, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ശല്യം ചെയ്യണ്ട. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഡു യു നോ വാട്ട് ദ കിഡ്സ് ഡിഡ്? നിങ്ങൾക്കറിയാമോ ആ കുട്ടികൾ എന്താ ചെയ്തതെന്ന്? ദേ വെൻറ്റ് നിയർ ദ ബീസ് സീക്രട്ട്ലി. അവർ രഹസ്യമായി ആ ബീസിൻ്റെ, തേനീച്ചകളുടെ അടുത്തേക്ക് പോയി. ഗ്രാൻഡ് ഡാഡ് ഡിഡ് നോട്ട് നോട്ടീസ് ഇറ്റ്. ഗ്രാൻഡ് ഡാഡ് അത് ശ്രദ്ധിച്ചില്ല. ബിൽ സ്റ്റെപ്ഡ് ഓൺ എ ലോഗ് ആൻഡ് പീപ്ഡ് ഇൻ ടു ദ ഹൈവ്. ബിൽ ഒരു മരത്തടിയുടെ മുകളിൽ കയറി നിന്ന് ആ ഹൈവിലേക്ക്, ഹൈവ് എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ കൂടാണ്, ആ കൂട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി. ദേ ആർ സ്ലീപ്പിംഗ്, ഹി ഡിക്ലയർഡ്. അവർ ഉറങ്ങുകയാണ്, അവൻ വിളിച്ചു പറഞ്ഞു. ഡിക്ലയർഡ് മീൻസ് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞു. ബട്ട് ദേ വർ നോട്ട് ആക്ച്വലി സ്ലീപ്പിംഗ്. അവർ ശരിക്കും ഉറങ്ങുന്നായിരുന്നില്ല. ബിൽ ഫെൽ ഓഫ് ദ ലോഗ്. ബിൽ ആ ലോഗിൻ്റെ മുകളിൽ, ആ തടിയുടെ മുകളിൽ നിന്ന് വീണു. ദ ബീസ് വെർ ഡിസ്റ്റർബ്ഡ്. ആ തടിയുടെ മുകളിൽ നിന്ന് വീണ സമയത്ത് ബിൽ തേനീച്ചകളുടെ കൂടിന് തട്ടിപ്പോയിട്ടുണ്ടാവാം, അതുകൊണ്ട് തന്നെ അവർ ഡിസ്റ്റർബ്ഡായി. ദ ബീസ് ഫ്ലൂ ആഫ്റ്റർ ദ ബിൽ ആൻഡ് മെഗ്. തേനീച്ചകൾ കൂട്ടത്തോടെ ബില്ലിൻ്റെയും മെഗിൻ്റെയും പുറകെ പറന്നു. ദ കിഡ്സ് റാൻ ഫാസ്റ്റ്. കുട്ടികൾ വേഗത്തിലോടി. ദ ബീസ് ഫ്ലൂ ഫാസ്റ്റർ. തേനീച്ചകൾ അവരെക്കാൾ സ്പീഡിൽ അവരുടെ പുറകെ പറന്നു. ദേ കെയിം നിയർ ദ കിഡ്സ്. അവർ കിഡ്സിൻ്റെ അടുത്ത്, ആ കുട്ടികളുടെ അടുത്തെത്തി. ഹൗ കുഡ് ദേ എസ്കേപ്പ്? അവരെങ്ങനെയാണ് രക്ഷപ്പെടുക? എ സ്ട്രീം ജമ്പ് ഇൻ ടു ഇറ്റ്. അവിടെ ഒരു അരുവി കണ്ടു, വെള്ളമുള്ളൊരു സ്ഥലം കണ്ടു. നമുക്കതിനുള്ളിലേക്ക് ചാടാം. ബിൽ സ്ക്രീംഡ്. ബിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ആ വെള്ളത്തിലേക്ക് ചാടാം. ദേ ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. അങ്ങനെ അവർ ആ വെള്ളത്തിലേക്ക്, അരുവിയിലേക്ക് ചാടി. നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ദ ബീസ് ഫ്ലൂ ബാക്ക് ടു ദെയർ ഹൈവ്. അവർ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ ഈ തേനീച്ചകൾ അവരുടെ കൂട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ദ സ്ട്രീം വാസ് നോട്ട് ഡീപ്പ്. ആ കുളത്തിന്, ആ അരുവിക്ക് അത്ര ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് സേവ്ഡ് ദ കിഡ്സ് ഫ്രം ദ ആംഗ്രി ബീസ്. ദേഷ്യപ്പെട്ട് നിൽക്കുന്ന തേനീച്ചകളിൽ നിന്നും ഈ കുട്ടികളെ ആ സ്ട്രീമാണ് രക്ഷിച്ചത്. ഗ്രാൻഡ് ഡാഡ് റാൻ ടു ദ സ്ട്രീം ആൻഡ് ഹെൽപ്ഡ് ദം ഗെറ്റ് ഔട്ട്. ഗ്രാൻഡ് ഡാഡി ആ സ്ട്രീമിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഈ കുട്ടികളെ പുറത്തേക്ക് കയറി വരാൻ വേണ്ടി സഹായിച്ചു. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഗ്രാൻഡ് ഡാഡ് സെഡ്, യു ക്യാൻ ഫീഡ് ദ ആനിമൽസ് ആൻഡ് ഹെൽപ്പ് ദം.
നിങ്ങൾക്ക് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം, അവരെ സഹായിക്കുകയും ചെയ്യാം. ബട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് ദം. പക്ഷേ അവരെ ശല്യം ചെയ്യരുത്. വി ആർ സോറി, ദ കിഡ്സ് സെഡ്. ഞങ്ങളോട് ക്ഷമിക്കണം, ആ കുട്ടികൾ പറഞ്ഞു. ദേ വെർ വെറ്റ്. അവരൊന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ വെർ ഹാപ്പി അറ്റ് ലാസ്റ്റ്. പക്ഷേ അവർ അവസാനം നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. കൂട്ടുകാർ, സ്റ്റോറി ഇഷ്ടമായോ? ഇന്ന് നമുക്ക് ഓഥറെ കുറിച്ച് നോക്കിയാലോ. എബൌട്ട് ദ ഓഥർ. റോബർട്ട് എഡ്വേർഡ് സ്ലെവിൻ, ഇതാണ് നമ്മുടെ ഓഥറിൻ്റെ പേര്. വാസ് എൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഹു സ്റ്റഡീഡ് എഡ്യൂക്കേഷണൽ ആൻഡ് അക്കാഡമിക് ഇഷ്യൂസ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു, അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു നമ്മുടെ ഓഥറായ റോബർട്ട് എഡ്വേർഡ് സ്ലെവിൻ. ഹി വാസ് നോൺ ഫോർ ദ സക്സസ് ഫോർ ഓൾ എഡ്യൂക്കേഷണൽ മോഡൽ. സക്സസ് ഫോർ ഓൾ എന്ന എഡ്യൂക്കേഷണൽ മോഡലിൻ്റെ പേരിലാണ് അദ്ദേഹം വളരെയധികം പ്രശസ്തനായത്. ഹി വാസ് പ്രൊഫസർ ആൻഡ് ഡയറക്ടർ ഓഫ് ദ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് റിഫോം ഇൻ എഡ്യൂക്കേഷൻ അറ്റ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി. അദ്ദേഹം ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് റിഫോം ഇൻ എഡ്യൂക്കേഷനിൽ ഡയറക്ടറും പ്രൊഫസറും ആയിരുന്നു. ഇനി അവിടെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. അവിടെ ബാൺ, അതിൻ്റെ മീനിങ് ആയിട്ട് എ പ്ലേസ് ഫോർ സ്റ്റോറിങ് ഹേ, വൈക്കോൽ സൂക്ഷിക്കുന്ന സ്ഥലം, അതാണ് ബാൺ. നെക്സ്റ്റ് പീൽ, ടു റിമൂവ് ദ ഔട്ടർ കവറിങ് ഓഫ് എ ഫ്രൂട്ട് ഓർ സീഡ്. ഫോർ എക്സാമ്പിൾ, വിത്തിൻ്റെയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൊലി കളയുന്നതിനാണ് പീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പീപ്പ്, ടു ടേക്ക് എ സീക്രട്ട് ലുക്ക്, രഹസ്യമായി നോക്കുന്നതിനെയാണ് പീപ്പ് എന്ന് പറയുന്നത്. സ്ക്രീം, ടു ഗിവ് ഔട്ട് എ ലോങ് ലൗഡ് ക്രൈ, ഉച്ചത്തിൽ നിലവിളിക്കുന്നതിനെയാണ് സ്ക്രീം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, ചെയിൻ സ്റ്റോറി ടെല്ലിംഗ്. വി ഹാവ് ഗോൺ ത്രൂ ദ പിക്ചർ സ്റ്റോറി എ ഡേ അറ്റ് ദ ഫാം. നമ്മൾ ഈ പിക്ചർ സ്റ്റോറി വായിച്ചു അല്ലേ? എ ഡേ അറ്റ് ദ ഫാം എന്ന സ്റ്റോറി നമ്മൾ പഠിച്ചു. ലെറ്റ്സ് റീടെൽ ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേ. ഈ കഥ ഒന്ന് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ പറഞ്ഞു നോക്കുക. യുവർ ടീച്ചർ വിൽ ബിഗിൻ ദ സ്റ്റോറി. നിങ്ങളുടെ ടീച്ചർ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യും, തുടങ്ങും. യു മേ ടെൽ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി വൺ ബൈ വൺ. നിങ്ങൾ ഓരോരുത്തരായിട്ട് അത് സ്റ്റോറിയുടെ ബാക്കി ഇങ്ങനെ പറയണം. എവരി വൺ ക്യാൻ കോൺട്രിബ്യൂട്ട് 1 സെൻറ്റൻസ് ഈച്ച് ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി. ഓരോരുത്തരും ഓരോ സെൻറ്റൻസ് വീതം പറഞ്ഞ് സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യണം. ഇത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് ഇനാക്ട് ദ സ്റ്റോറി. ഇതും കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്, അഭിനയിച്ച് കാണിക്കാനാണ്. യുവർ ടീച്ചർ വിൽ നറേറ്റ് ദ സ്റ്റോറി എ ഡേ അറ്റ് ദ ഫാം. യു മേ ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ആക്ട് ഔട്ട് ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. നിങ്ങളുടെ ടീച്ചർ എ ഡേ അറ്റ് ദ ഫാം എന്ന സ്റ്റോറി വായിക്കും. നിങ്ങളതിലെ ഓരോ സംഭവങ്ങളും ആക്ട് ചെയ്ത് അഭിനയിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ഇതും കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. ആക്ടിവിറ്റി 3 നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ്, എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ആൻഡ് റീറൈറ്റ് ദ പാസേജ്. താഴെ തന്നിരിക്കുന്ന പാസേജ് വായിക്കുക. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിക്കുക. എന്നിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് എഡിറ്റ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. യു മേ യൂസ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ഹിസ്, ദെയർ, അവർ. 3 വേർഡ്സ് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഈ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന്, ഈ പാസേജ് ഒന്ന് എഡിറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ദ ഫിഷർമെൻ ഓഫൺ ഫേസ് ഡേഞ്ചറസ് സിറ്റുവേഷൻ വൈൽ ദേ ഗോ ഫിഷിംഗ്. മീൻപിടുത്തക്കാർ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് അപകടം നിറഞ്ഞ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടതായി വരും. ദേ റിട്ടേൺ ഫ്രം ദ സീ വിത്ത് എ ഗുഡ് ക്യാച്ച്. അവർ നന്നായി മീൻ പിടിച്ചിട്ടൊക്കെയാണ് കടലിൽ നിന്ന് തിരിച്ചു വരിക. ദേ ആർ ഹാപ്പി വിത്ത് മൈ സിമ്പിൾ ലൈവ്സ്. അവിടെ മൈ എന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ മാറ്റണം. മൈ എന്നുള്ള വേർഡ് മാറ്റണം. അവിടെ ദെയർ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്. ദേ ആർ ഹാപ്പി വിത്ത് ദെയർ സിമ്പിൾ ലൈവ്സ്. അവരുടെ ലളിതമായ ജീവിതത്തിൽ അവർ ഹാപ്പിയാണ്. ദേ വർക്ക് ഹാർഡ് ഫോർ അസ്. അവർ നമുക്ക് വേണ്ടി കഠിനമായി ജോലി ചെയ്യുന്നു. ആൻഡ് ആർ അൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹിസ് സൊസൈറ്റി. ഹിസ് എന്ന വേർഡാണ് അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ അവർ എന്ന വേർഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അവർ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് അവർ. ദർ ആർ മെനി സ്റ്റോറീസ് എബൌട്ട് ഫിഷർമെൻ. ഈ മീൻപിടുത്തക്കാരെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്റ്റോറീസ് എബൌട്ട് എ ഫിഷർമാൻ ഈസ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. മീൻപിടുത്തക്കാരെക്കുറിച്ചുള്ള സ്റ്റോറികളിൽ വളരെ ഫേമസ് ആയ സ്റ്റോറികളിൽ ഒന്നാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന സ്റ്റോറി. ഇറ്റ്സ് ദ സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് ഫിഷർമാൻ ആൻഡ് ഹെർ ഇഫേർട്സ്. ഹെർ എന്നാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്. അവിടെ ഹിസ് ഇഫേർട്ട് എന്നാക്കണം, ഹിസ് ഇഫേർട്സ് എന്നാക്കണം. ടു ക്യാച്ച് എ ബിഗ് ഫിഷ്. അതൊരു പ്രായമായ ഫിഷർമാനെ കുറിച്ചുള്ള കഥയാണ്. അദ്ദേഹം ഒരു വലിയ മീനിനെ പിടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള കഥയാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. നമുക്കിനി പാരഗ്രാഫ് ഒന്ന് മാറ്റി എഴുതാം. നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. പ്രൊജക്റ്റ്. അതൊരു പ്രൊജക്റ്റ് വർക്കാണ്. ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഡു യു ഹാവ് എ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്?
നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ നിങ്ങൾക്കൊരു ബയോഡൈവേഴ്സിറ്റി പാർക്കുണ്ടോ? ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കുണ്ടോ? വാട്ട് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ആർ ദെയർ? ഏതൊക്കെ തരത്തിലുള്ള മരങ്ങളും ചെടികളൊക്കെയാണ് അവിടെയുള്ളത്? ഡു യു നോ ദെയർ നെയിംസ്? യു മേ അറ്റാച്ച് നെയിം ബോർഡ്സ് ടു ദ ട്രീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മരത്തിൻ്റെ മുകളിൽ ബോർഡ്സ് കൊടുക്കാം, നെയിം ബോർഡുകൾ കൊടുക്കാം. ഓരോ മരത്തിൻ്റെയും പേരെഴുതി ബോർഡ് തൂക്കാം. ഗിവ് എ സ്യൂട്ടബിൾ നെയിം ഫോർ യുവർ പാർക്ക്. നിങ്ങളുടെ പാർക്കിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള യോജിച്ച ഒരു പേര് കൊടുക്കാം. ഫിക്സ് സൈൻ ബോർഡ്സ് ആൻഡ് ഡിറക്ഷൻസ് ടു ദ പാർക്ക് വെറെവർ റിക്വയർഡ്. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സൈൻ ബോർഡ്സ്, അടയാളങ്ങളും പിന്നെ നിർദ്ദേശങ്ങളും കൊടുക്കാം. നിങ്ങളുടെ പാർക്ക് അങ്ങനെ മനോഹരമാക്കി മാറ്റാം. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.